ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ദിലീൻ എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്തുള്ള മുളഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് ലൊക്കേഷൻ വീഡിയോ ഒന്നുമല്ല, പക്ഷേ ഒരുപാട് സിനിമകളൊക്കെ എടുക്കാവുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇത്. അതേ അത്രയും ഭംഗിയുള്ള സ്ഥലം. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ പറയാൻ വിചാരിച്ചു. ഒരു കാട്, ശരിക്കും കാട് തന്നെ, ക്ഷേത്രം, കാടിൻ്റെ നടുവിലുള്ളൊരു ക്ഷേത്രമാണ് ഇത്. മുളഞ്ഞൂർ കാവ് എന്ന് പറയും. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പോകുന്ന വഴി ലക്കിടി എന്ന് പറയുന്ന മംഗലത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയാൽ ഉള്ള മുളഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നിൽ കാണുന്നതാണ് മുളഞ്ഞൂർ കാവ്. അപ്പോൾ സ്റ്റെപ്പുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ ഒരു കാവും പരിസരം ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും അറിയില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഇവിടെ ആരും ചോദിക്കാനും ഇതൊന്നും ഇല്ല കേട്ടോ. ഉച്ച സമയത്താണ് ഞങ്ങൾ വന്നത്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുക ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മുളഞ്ഞൂർ കാവും പരിസരം ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ മുളഞ്ഞൂർ കാവ് കാണാൻ വന്നപ്പോൾ ആദ്യം എത്തിയത് ഈ മുളഞ്ഞൂർ കാവിൻ്റെ ഈ സ്റ്റെപ്പാണ് ഞങ്ങളെ അട്രാക്ട് ചെയ്തത് കേട്ടോ. കാരണം മുളഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലം ലക്കിടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ 1-2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ കാട് ശരിക്കും പറഞ്ഞാൽ കണ്ടോ, ചുറ്റിനും കാടാണ്. ഈ കാട്ടിലുള്ള ഉള്ളിലൊരു ക്ഷേത്രം. ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും കാട് വെട്ടിത്തെളിക്കലും എല്ലാമാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഇങ്ങനെ പഴമയുള്ളൊരു ക്ഷേത്രം, ഒരു ഗ്രാമപ്രദേശത്തെ ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു അത്ഭുതം തോന്നിയിട്ടോ സത്യം പറഞ്ഞാൽ. കണ്ടോ, ഉച്ചയ്ക്കാണ് സമയം, എന്നാലും ആ കാറ്റും തണുപ്പും, ഇവിടെ എന്തൊരു തണുപ്പാണ് ഇവിടെ നിൽക്കാൻ. അത്രയും ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് ഇത്. പുറത്തൊരുപാട് ചൂടുണ്ടെങ്കിൽ നമുക്ക് മരങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ചൂട് അറിയുന്നില്ല. അതാണ് ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് വെയിലത്ത് നിന്നാണ് വന്നത്, പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ക്ഷേത്രം. അപ്പോൾ ഇതാണ് മുളഞ്ഞൂർ കാവ് എന്ന് പറയും. ഇവിടെ ഉള്ളൊരു മുളഞ്ഞൂർ കാവ് എന്നാണ് പറയുക, പക്ഷേ ആക്ച്വലി ഇത് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രമാണ് അല്ലേ. കാവെന്നാണ് എല്ലാവരും പറയുക. നമ്മൾ ക്ഷേത്രം അവിടെ ചോദിച്ചാൽ കാവിലേക്കാണോ ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വഴി കണ്ടുപിടിച്ചത്. ഇവിടെ വേറൊരു കാവും കൂടി ഉണ്ട് വരുന്ന വഴി. കാവല്ല, അത് വിഷ്ണു ക്ഷേത്രമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ കാവ് മാത്രമല്ല, ഇപ്പം എന്തായാലും ഉച്ചയായത് കാരണം കാവ് അടച്ചിരിക്കുകയാണേ. അപ്പോൾ കാവും കാവിനോട് പരിസര പ്രദേശങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ട ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ വന്നത് വഴി. കാവ് ഇതാണ് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻവശം കേട്ടോ. എന്താ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണാമല്ലോ എന്ന് ചോദിച്ചു. വലിയൊരു മാവുണ്ട് കണ്ടോ. മാവൊക്കെ പൂത്ത് നിൽക്കുകയാണ് മാവ്. ചുറ്റിനും നല്ല ആൽമരങ്ങളും കാടും പച്ചപ്പൊക്കെ ആയിട്ട് ഫുൾ കാടാണ് അല്ലേ ഇത്. വാ പോയിട്ട് നോക്കാം അല്ലേ. അങ്ങോട്ട് ഇവിടെ എല്ലാം ഉണ്ടോ? നടക്കാൻ പറ്റുമോ അങ്ങോട്ട്? ഇല്ല, ഇതുവരെ പോവാ. ആ തന്നെ ഇവിടെ നിന്ന് അല്ലേ. യെസ്, മുളഞ്ഞൂർ കാവ് അങ്ങനെ കണ്ടോ. ഇതാണ് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ. എന്ത് ഭംഗിയല്ലേ കാണാൻ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പഴയൊരു ക്ഷേത്രമാണ്. എന്തായാലും ഉള്ളിലേക്ക് വീഡിയോ പെർമിറ്റഡ് അല്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കാണാം അല്ലേ. പുറത്തുനിന്ന് നമുക്ക് മാക്സിമം കാണാമല്ലോ. അതെ, യെസ്, അങ്ങോട്ട് പോകണം. യെസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, നമുക്കങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന എന്താ പറയുക, ഈ ഒരു പ്രകൃതി ഭംഗി നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നത്. ഇതാണ് ക്ഷേത്രം. ഇതാ മാക്സിമം കാണാവുന്ന ഇത്രയ്ക്കാണ്. കണ്ടോ ഇതാ. അപ്പോൾ മുളഞ്ഞൂർ കാവ്, മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ, കാടിൻ്റെ നടുക്കായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ടുള്ളൊരു ക്ഷേത്രം, നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം. ഇതാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഇതിന് ചുറ്റും ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. ഒരുപാട് നല്ല ഒരു പഴമ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പത്തായപ്പുരയുണ്ട്, കുളമുണ്ട് അല്ലേ. അതൊക്കെ ഉണ്ട്. നമ്മൾ പോണ വഴി തന്നെയാണ്. നമ്മളിപ്പോൾ ഇൻട്രോ പറഞ്ഞില്ലേ, ആ വഴി തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി നമുക്കൊന്ന് കാണാം അല്ലേ. നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇതൊക്കെ. എന്താ പറയുക, നല്ല കാട്, ചുറ്റിനും കാടാണ്. ഈ 4 പാടും കാടാണ്. നമ്മൾ വരുമ്പോൾ തന്നെ കുറേ കാട് തുടങ്ങും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോഴേ ഞങ്ങൾ ഈ കാവ് കണ്ട്, കാവിൻ്റെ ചുറ്റും ഞാൻ അപ്പുറത്ത് കാണിച്ചു തന്നല്ലോ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആരും കണ്ടില്ല എന്ന്. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ അടുത്ത് ഒരു ചേച്ചി വന്നു. ചേച്ചി ഇത് കൂടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് ചേച്ചിയുടെ പേര്
ഇവിടെ അടുത്ത് തന്നെ വീട് അല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾക്ക് ഈ കാവും പരിസരമായിട്ട്, ഈ കാടിൻ്റെ നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാടിൻ്റെ ഈ പ്രദേശം എത്ര? 48 ഏക്കറുണ്ട് അല്ലേ? ഓക്കെ. 48 ഏക്കറിൽ ഈ കാട് ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട്. അതിൻ്റെ ആഘോഷങ്ങൾ, അതായത് ഇവിടെ എന്തൊക്കെയാണ് വേലയായിട്ട് എന്തെങ്കിലും നടത്താറുണ്ടോ, അതെങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരും. കുംഭമാസത്തിൽ അശ്വതി നാൾക്കാണ് ഇവിടുത്തെ വേല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് കൂറ, കയറ്റൽ, പഞ്ചവാദ്യം എന്നിവയാണ്. കാള, വേല, ആന എന്നിവ ഒന്നും പാടില്ല. അത് പാടില്ല അല്ലേ? അത് പാടില്ല. ഇങ്ങനെയുള്ള വേഷങ്ങൾ മാത്രമേ ഇവർക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. പിന്നെ 2 കമ്മിറ്റിക്കാർ മാത്രമേ ഉള്ളിൽ കയറിയിട്ട് പഞ്ചവാദ്യം കുത്തും ഇതായി ചെയ്യുള്ളൂ. പിന്നെയുള്ള ആഘോഷങ്ങളൊക്കെ പുറമെ 4 പറ നടത്തുക എന്നുള്ളതാണ്. ശരി. പിന്നെ കുട്ടികൾക്ക് ചോറൂണ്, വിവാഹം എന്നിവയൊക്കെ ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളെയും ഇവിടെ കൊണ്ടുവന്ന് തൊഴിച്ച് ചോറ് കൊടുത്ത് അവിടുത്തെ ചോറൂണ് പണമായിട്ട് സ്വീകരിച്ചിട്ട് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇത്. ഇവിടുത്തെ അമ്മയ്ക്ക് കൂടുതലും കുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം. ഉള്ളിലെ ഒരു കൂനിയമ്മ എന്ന് ഒരു പ്രതിഷ്ഠ ഉണ്ട്. അവിടേക്ക് നമുക്ക് കയ്യെ, കാല്, ആൾരൂപം എന്നിവ നമ്മൾ ചേർത്ത് നെയ്വിളക്ക് കാര്യങ്ങളൊക്കെ ചേർത്തുണ്ട്. അങ്ങനെ വീട് പണി കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ ഒരു വീടിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് ചാർത്തുക. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചാൽ അവിടേക്ക് പിന്നെ വഴിപാടുകളായിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അല്ലേ ഐതിഹ്യങ്ങളും വഴിപാടുകളും ഉത്സവങ്ങളും അല്ലേ? ഭരണിവേല. അപ്പോൾ എന്തായാലും വളരെ നന്ദി കേട്ടോ, ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഞങ്ങൾ വന്നപ്പോഴാണ് ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലേ ഓരോ വിവരങ്ങൾ തന്നത്. അപ്പോൾ എന്തായാലും നന്ദി കേട്ടോ. അപ്പോഴേ ഇതാണ് കാവിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് കണ്ടോ, അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു കാവ്. ഞാൻ പറഞ്ഞില്ലേ അമ്മ പറഞ്ഞ പോലെ ഒരു 48 ഏക്കർ സ്ഥലത്താണ് ഈ കാട് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ. എത്ര ഫുൾ കാടാണ് ചുറ്റും, അങ്ങോട്ടൊക്കെ വഴിയുണ്ട് ഉള്ളിലൂടെയൊക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രത്യേകത, ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴത്ത് ഇനിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശരിക്കുമുള്ള ഭംഗി നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് താഴേക്ക് പോയിട്ട് ഒരു പത്തായപ്പരിയും ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കാണിച്ചു തരാം. ക്ഷേത്രം നേരെ ഓപ്പോസിറ്റായിട്ട് കണ്ടോ അതാ വഴി, ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വഴി. ഈ വഴി കാടിന് നടുവിലൂടെയാണ് കണ്ടോ. എന്താ അല്ലേ, നമ്മൾ ഇൻട്രോ പറഞ്ഞത് ഇതേ അവിടെ നിന്നാണ്. അപ്പോൾ പെയിൻറ്റ് ഇവിടുത്തെ ഭരണി വേല, അതായത് കുംഭമാസത്തിലെ അശ്വതിക്കല്ലേ പറഞ്ഞത്, നക്ഷത്രത്തിലാണ് ഭരണി വേല നടക്കുന്നത്. അപ്പോൾ അത് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെ, പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. അപ്പോൾ അതെ ഇത് നോക്കൂ, ഇതാ ക്ഷേത്രത്തിൻ്റെ ഒരു ദൂരത്തു നിന്നുള്ളൊരു മുളഞ്ഞൂർ കാവിൻ്റെ മിക്ക ചിത്രങ്ങളും ഈ ദൂരത്തു നിന്ന് എടുക്കുന്ന കണ്ടോ. ഈ ഒരു വ്യൂ ആണ് കണ്ടോ. അതായത് കാട് ചുറ്റും ഈ 2 സൈഡും കാട്, അതിന് നടുവിലുള്ള ഒരു വഴി, ആ വഴി നേരെ പോകുന്നത് ക്ഷേത്രത്തിലേക്ക്. അതാണ് ഈ കാടിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ ഞങ്ങൾ ഉച്ചയായി എത്താൻ, പക്ഷേ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാലൊരു അറ്റ്മോസ്ഫിയർ, നിറയെ ആളുകളുണ്ടാവും, തൊഴുവാനൊക്കെ വരും. പക്ഷേ രാവിലെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആലോചിക്കാൻ വയ്യ അല്ലേ, അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാവും, ഒരു രക്ഷയില്ല. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ചും, അതെ മഴക്കാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പഴമ ഒരുപാട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാടിൻ്റെ ഭംഗിയും ഒപ്പം നല്ലൊരു ക്ഷേത്രവും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോവാം അല്ലേ, പത്തായപ്പരയും ഇതൊക്കെ കാണാം, കുളമൊക്കെ കാണാം. അപ്പോൾ അതേ അങ്ങനെ ഞങ്ങൾ താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടോ, എത്താറായി. പത്തായപ്പര ഇതേ ഇത്രയും ദൂരം ഞങ്ങൾ വന്നു. എത്ര ദൂരം ഇതാ, ഇത്രയും ദൂരം ഞങ്ങൾ നടന്നു വന്നു. ഏകദേശം ഒരു 300 മീറ്റർ താഴേക്ക് നടക്കാണ്ടാവും അല്ലേ. കുറേ സ്റ്റെപ്പുകളായിട്ട് നല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. 4 പാടും വഴികളാണ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ഉള്ളിലൂടെയൊക്കെ വഴികളാണ്. പക്ഷെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ഇത് ഉച്ചയ്ക്ക് വന്നിട്ട് ഇത്ര, അപ്പോൾ രാവിലെ വന്നതായിരിക്കില്ലേ ഇവിടെ. അയ്യോ ശരിക്കും രാവിലെ വരണമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ. അപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായി. ജസ്റ്റ് ഞാനും ദിലീനും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഭംഗി കണ്ടപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ളൊരു പത്തായപ്പര. കണ്ടാലും പറയില്ലേ പത്തായപ്പര, പഴയതാണ് കണ്ടാൽ അറിയുന്നുണ്ട്. ഇതേ അടുത്ത് പോയി കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ പത്തായപ്പര. ഇതാ പഴയ തൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ.
ഓ കഴുക്കോലും, ആ പഴയ വീടിൻ്റെ ഒരു കഴുക്കോലൊക്കെ ഭംഗി, വേറൊരു ഇതാണല്ലേ കാണാൻ, ഒരു പഴമ. അയ്യോ ചതൽ വന്നു. എന്തായാലും ഇതും കണ്ടോ, ഇങ്ങോട്ടും കാടാണ്, ചുറ്റിനും കാടാണ്, എവിടെയും കാടില്ലാത്തതില്ല. കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം, അതുതന്നെയാണ് മുളഞ്ഞൂർ കാവും പരിസരവും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇങ്ങനെ പോകാം അല്ലേ, നമുക്ക് ഇങ്ങനെ പോവാം, ഇങ്ങനെയും പോവാം, അതിൽ കൂടിയും പോവാം, അങ്ങനെയും പോവാം കേട്ടോ. നേരെ പോയ കുളമാണ്. കണ്ടോ, അയ്യോ വള്ളികളൊക്കെ ഉണ്ടോ, ഷോ വീട്ടിലും കാഴ്ച കേട്ടോ. കണ്ടോ വള്ളികൾ കൊണ്ട് ഈ ഇതിൻ്റെ ഇത് എന്താ പറയുക, മരം വള്ളികൾ കൊണ്ടാണ് ഉണ്ട്. ഇത് എന്ത് മരമാണ് അത് അറിയില്ല. മുള്ളുണ്ട് അല്ലേ അതിൽ, നോക്ക് മുള്ളുണ്ട്, വലിയ മുള്ളുകൾ. അപ്പം അങ്ങനെ നമ്മൾ ഈ പത്തായപ്പരുടെ ബാക്ക് സൈഡിലൂടെ അങ്ങനെ ഇറങ്ങാൻ പോവാണ്, താഴേക്ക് കുളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതാ ഇത് പത്തായപ്പരുടെ ബാക്ക് സൈഡാണ് കണ്ടോ, നേരെ കുളത്തിലേക്കാണ് അത് ഇറങ്ങുന്നത്. ഇതാ അയ്യോ സൂപ്പർ ഇട്ടാ അല്ലേ. കടവ് ചെറിയൊരു വലിയ കുളമാണ്, ചെറിയൊരു കടവുണ്ട്, അപ്പുറത്ത് വലിയ കടവുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ചെറിയൊരു കടവ്, ഇതേ വമ്പനൊരു കുളം, ഏകദേശം 1 ഏക്കർ സ്ഥലം ഉണ്ടാവും. അതിലിങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു കുളം അല്ലേ, ക്ഷേത്രത്തിൻ്റെ തന്നെ അല്ലേ കുളം? അറിയില്ല, അതറിയില്ല. എന്തായാലും വലിയൊരു കുളം കേട്ടോ, സംഭവം സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, എന്താ ഭംഗിയറി. ഇത് ശരിക്കും രാവിലെ വന്ന് കാണണ്ട കേട്ടോ, ഈ വെയിലത്തല്ല വന്ന് കാണേണ്ടത്, ശരിക്കും ഏർലി മോർണിംഗ്, അതായത് ഒരു 6 മണിക്കൊക്കെ വന്ന് കാണണത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അറിയണം എന്നുണ്ടെങ്കിൽ അല്ലേ, ഇതിനെ ഏർലി മോർണിംഗ് വരണം, എന്നാലേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ ശരിക്കും അല്ലേ. അയ്യോ ഇത് പഴയൊരു കിണറാണ്. അതെ 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 അതെ. പിന്നെ ഇതൊരു കടവ് കണ്ടോ, ഇത് വലിയ കടവ് കേട്ടോ. നമ്മളവിടെ ചെറിയ കടവ് കണ്ടു, ഇത് വലിയ കടവ്. കുളിക്കുന്നുണ്ടാവില്ല ഇവിടെയൊക്കെ? ഉണ്ടാവും, ഉപയോഗിക്കുന്ന കുളം തന്നെയാണ്. യെസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് മുളഞ്ഞൂർ കാവിൽ വന്നിട്ട് നമ്മൾ കണ്ട കാഴ്ചകൾ. പത്തായപ്പരയും കുളവും ഒക്കെ ആയിട്ട് കാടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് തിരിച്ച് നടക്കാം അല്ലേ, ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാൻ. വെറുതെ ഇറങ്ങിയതാണ് ഞങ്ങൾ, പക്ഷേ നല്ലൊരു യാത്ര അല്ലേ, കാഴ്ചകൾ കണ്ടു, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി, നല്ല സ്ഥലങ്ങൾ, നാട്ടിൻ പ്രദേശത്തെ ഗ്രാമീണത നിറഞ്ഞ കാഴ്ചകൾ കാണാൻ പറ്റി അല്ലേ. നമ്മളിവിടെ വന്ന സമയത്ത് ഒരുപാട് പേര് വെഡ്ഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട്, അത് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വിടുക എന്നാ, ശരി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇതിലിനെ ഇവിടുത്തെ കാഴ്ചകൾ? അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ മുളഞ്ഞൂർ കാവിൻ്റെ മുന്നിലേക്ക് തന്നെ എത്തി. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടെത്തി. ഇതൊക്കെയാണ് മുളഞ്ഞൂർ കാവും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്രീജിത്ത് വ്ലോഗ് എന്നുള്ള യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് ഇങ്ങനത്തെ ഗ്രാമീണത തുളുമ്പുന്ന നൊസ്റ്റാൾജിയ നിറഞ്ഞ കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു ലൊക്കേഷൻ വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ വീഡിയോ എന്താണെങ്കിലും ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ശ്രീജിത്ത് വ്ലോഗിൽ ഗുഡ് ബൈ.